വീണ്ടും ഒരു സാമൂഹ്യ നീതിയുടെ മാതൃകയായി മാറിയിരിക്കുന്നു. നിയമസഭ പാസാക്കിയ ഏക കിടപ്പാട സംരക്ഷണ ബില്ലിനും സേവനാവകാശ ബില്ലിനും ഗവർണർ ഒപ്പിട്ടതോടെ 2 ചരിത്ര നിയമങ്ങൾ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു. ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഈ നിയമങ്ങൾ സാധാരണ മനുഷ്യന്റെ അവകാശ സംരക്ഷണത്തിനുള്ള വലിയൊരു മുന്നേറ്റമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത 2 പ്രധാന തീരുമാനങ്ങളായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഏക കിടപ്പാട സംരക്ഷണ നിയമനിർമ്മാണവും. സ്വന്തം വീടെന്നത് ഓരോ കുടുംബത്തിന്റെയും സ്വപ്നമാണ്. എന്നാൽ അത്യാവശ്യ ആവശ്യങ്ങൾക്കായി വായ്പ എടുത്ത തങ്ങളുടേതല്ലാത്ത കാരണത്താൽ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ പലരും തങ്ങളുടെ ഏക വീടുകൾ ബാങ്ക് ജപ്തി ചെയ്തതിനെ തുടർന്ന് തെരുവുകളിൽ ഇറങ്ങേണ്ടി വന്ന അവസ്ഥയിലായി. ഈ വേദനാജനക യാഥാർത്ഥ്യമാണ് സംസ്ഥാന സർക്കാരിനെ ഇത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സർഫസി നിയമം അനുസരിച്ച് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പ എടുത്തവരെയെല്ലാം ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടുന്നു. എന്നാൽ കോടിക്കണക്കിന് വായ്പ എടുത്ത വലിയ കോർപ്പറേറ്റുകൾക്ക് ബാധ്യത എഴുതിത്തള്ളാനുള്ള അനുകൂല നടപടികൾ ലഭിക്കുമ്പോൾ ചെറിയ വായ്പകൾ എടുത്ത സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് അതേ നിയമം തന്നെ അനീതമായ ദുരന്തം സൃഷ്ടിച്ചിരിക്കുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സർഫസി നിയമം ഭേദഗതി ചെയ്യണമെന്നതും സഹകരണ ബാങ്കുകളെ ആ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നതും ആവശ്യപ്പെട്ട് നിയമസഭാ പ്രമേയം പാസാക്കി കേന്ദ്രത്തിനോട് നിവേദനം അയച്ചു. അതിനായി നിയമസഭാ സമിതിയും രൂപീകരിച്ച് പ്രശ്നങ്ങൾ പഠിക്കുകയും ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടായില്ല. ഇത്തരത്തിൽ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രത്തിൽ നിന്ന് പിന്തുണ ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ ഏക കിടപ്പാട സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. ഇതിലൂടെ വായ്പ തിരിച്ചടച്ചവരിൽ വീഴ്ച വന്നാലും കുടുംബത്തിന്റെ ഏക വീട് ജപ്തി ചെയ്യാതിരിക്കാനുള്ള നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കും. ഈ നിയമം ഒരു സാമ്പത്തിക നീതി മാത്രമല്ല, മറിച്ച് മനുഷ്യാവകാശത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും പ്രതിജ്ഞയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്കെതിരെ സാധാരണ മനുഷ്യന് ആത്മവിശ്വാസം പകരുന്ന കേരളത്തിന്റെ ജനകീയ നിയമ മാതൃക എന്ന നിലയിലാണ് ഈ നിയമം ചരിത്രത്തിൽ സ്ഥാനം നേടുന്നത്.